ഇന്നെല്ലാവർക്കും ഷേക്ക് കുടിക്കാൻ ഒരു ആഗ്രഹം. അതിനായിട്ട് ഇതാ ഒരു പല സാധനങ്ങളായി നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷേക്ക് അടിക്കാം. അതിനായിട്ട് ഇതാ കട്ടപ്പാൽ ഇങ്ങനെ തല്ലി ഉടയ്ക്കാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ബൂസ്റ്റും ഒക്കെ ചേർത്ത് കൊടുത്തു. അമ്മയെ നല്ലോണം ബൂസ്റ്റ് ഇടണേന്ന് പാറു പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറേ അധികം ബൂസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ അപ്പോഴേക്കും കറണ്ട് പോയി. അപ്പോൾ അതേ അമ്മ അവിടെ നല്ല അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അവലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് ഞാൻ കഴിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കറണ്ടൊക്കെ വന്നപ്പോൾ അത് നമ്മൾ അടിച്ചെടുത്തു. അപ്പോഴേക്കും പാറു ദേ എന്താ പറയുക, വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അതിൻ്റെ സങ്കടമാണ് കാണിക്കുന്നത്. അങ്ങനെ പാറിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പിങ്ക് കപ്പ് തന്നെ എടുത്തു. അങ്ങനെ പിങ്ക് കപ്പിലേക്ക് നിറച്ചൊഴിച്ചു കേട്ടോ. പാറു ഇത് സാധനങ്ങൾ വാങ്ങുമ്പോൾ തന്നെ പാറുവിന് ഇതിലേക്ക് ഇടാനായിട്ട് കുറേ ചോക്ലേറ്റും ജെംസ് മിഠായി ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷെ അതൊക്കെ ചേർത്തപ്പോൾ അതൊക്കെ താന്നുപോയി കണ്ടോ. ജെംസ് മിഠായി ചേർത്ത് കൊടുത്തു, അത് താന്നുപോയി. അടുത്തതായിട്ട് നമ്മളൊരു സ്നിക്കേഴ്സ് മുകളിൽ ഭംഗിയിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചു കൊടുത്തതെന്താ അതിലേക്ക് തന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടോ. ഇനി ചോക്ലേറ്റ് ബോൾസ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു, അതും അതിലേക്ക് ഇറങ്ങിപ്പോയി. എല്ലാം അങ്ങനെ താന്നുപോയി. എങ്കിലും പാറുമോൾക്ക് സന്തോഷമായി. പാറുമോൾ അത് അങ്ങനെ കുടിക്കാൻ കേട്ടോ, ക്ഷമയൊന്നുമില്ല പാറുമോൾക്ക്. അങ്ങനെ അത് കുടിച്ചു. അപ്പോൾ ഇതൊക്കെ കാണാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അതിനായിട്ട് ഞാനൊരു ടീസ്പൂൺ എടുത്ത് ഇതുപോലെ അതൊന്ന് കോരി കാണിച്ചു കൊടുത്തു കേട്ടോ. അതിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാറുമോൾക്ക് ഒരുവിധം സന്തോഷമായി. അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മയെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ പാറുമോൾക്ക് കൊടുത്ത് അങ്ങനെ ഞാനും അച്ഛമോനും അമ്മയൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങളുടെ ഷേക്കിൽ ഇതാ കുറച്ച് കപ്പലണ്ടിയും കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ മാത്രമേ ഇട്ടുള്ളൂ. അങ്ങനെ ഇന്ന് 4 മണിക്ക് ചൂട് സമയത്ത് ഒരു ഷേക്കൊക്കെ കുടിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസം.